നമസ്കാരം. ധനുഷ് PS ബുക്സിലേക്ക് സ്വാഗതം. ആവർത്തന ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 70/25 ആണ്. പ്യൂൺ നൈറ്റ് വാച്ച്മാന്റെ മെയിൻ എക്സാമിനേഷൻ ആണ്. പ്രിലിംസ് അല്ല, മെയിൻ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇവിടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ഗുരുവായൂർ, ഈഴവ മെമ്മോറിയൽ, പാലിയം സത്യാഗ്രഹം, വൈക്കം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആൻസർ. ഇതെങ്ങനെ ആക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർഷം കൂടി നോക്കി വെക്കുക. ഗുരുവായൂർ എന്ന് പറയുമ്പോൾ 1931 വരിക. 1931 ഗുരുവായൂർ സത്യാഗ്രഹം. ഈഴവ എന്ന് പറയുമ്പോൾ 1896 ഈഴവ മെമ്മോറിയല്. പാലിയം 1947. വൈക്കം സത്യാഗ്രഹമോ 1924. അങ്ങനെ വരുമ്പോ ഏറ്റവും ആദ്യം വരുന്നത് രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ, അടുത്തത് വൈക്കം സത്യാഗ്രഹം 24, അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം 31, അടുത്തത് 47 പാലിയം. ഇയറിന്റെ അനുസരിച്ച് നമുക്കിതിന് പ്പെടുത്താൻ പറ്റും. ആൻസർ ഓപ്ഷൻ ബി ആണ്. വർഷം ഇപ്പൊ പഠിച്ചു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം രാജിവെക്കുകയും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ ആണ് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി എന്ന് പറയുന്നത്. മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ലോർഡ് കഴ്സൺ. രണ്ടാം ഈഴവ ലോർഡ് കഴ്സൺ സമർപ്പിച്ചു. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ ലോർഡ് കഴ്സൺ ഭവന് സമർപ്പിക്കുന്നത്. തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി ആൻസർ ഓപ്ഷൻ ഡി എല്ലാ ജോഡികളും ശരിയാണ്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടേത് സ്വദേശാഭിമാനി. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൾ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. ഓപ്ഷൻ ഡി എല്ലാം ശരി എന്നർത്ഥം. അടുത്തത്, സമത്വ സമാജ് എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയായ സ്ഥാപിച്ചത് ആരാണ്? 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഡി കെ കാർവേ. ഓപ്ഷൻ ബി ഡി കെ കാർവേ. അടുത്തത്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം ഉള്ളതുകൊണ്ടാണ് നിസ്സഹകരണ സമരം നിർത്തിവെക്കേണ്ടി വന്നത്. ചൗരി ചൗരയും ഈ നിസ്സഹകരണം കൂടി കണക്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, സന്യാസി കലാപം നടന്നത് എവിടെയാണ്? സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാൾ. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ആൻസർ ബോംബെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. അടുത്തത്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി വില്യം ജോൺസ്. വില്യം ജോൺസ്. വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്. വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിന്റെ ഏത് സഭയിലാണ്? ആൻസർ ലോക്സഭയിൽ. ലോകസഭയിലാണ് ധനബിൽ ആദ്യം അവതരിപ്പിക്കുക.
ലോകസഭയിലാണ് ധനബില്ല് ആദ്യം അവതരിപ്പിക്കുക? മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? 226 പ്രകാരം ഏത് കോടതിയാണ്? ആൻസർ ഹൈക്കോടതി. 226 പ്രകാരം ചോദിച്ചിട്ടാണ് നമുക്കിവിടെ ഹൈക്കോടതി എന്ന് തന്നെ എഴുതാൻ പറ്റും. അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതി ആണ് സമീപിക്കുന്നത്? ഹൈക്കോടതി. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61 ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺകറന്റ് ലിസ്റ്റ്. താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ശരിയായ പ്രസ്താവന രാജ്യസഭയെ കുറിച്ച് ഏതൊക്കെയാണ്? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് അറിയപ്പെടുന്നു. സ്ഥിരം സഭയാണ് രാജ്യസഭ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് അറിയപ്പെടുന്നു. സ്ഥിരം സഭയാണെന്ത്? രാജ്യസഭ. രാജ്യസഭ എന്ന് പറയുമ്പോൾ മറ്റെന്തുകൂടി നമുക്ക് പറയാൻ പറ്റും? എത്ര വർഷമാണ് രാജ്യസഭയുടെ കാലാവധി? 6 വർഷമാണ് രാജ്യസഭയുടെ കാലാവധി. 6 വർഷം കഴിയുമ്പോൾ ഒരു പുതിയ ആൾക്കാര് സ്ഥാനമേൽക്കുന്നുണ്ട് ഇവിടെ. 6 വർഷം അല്ലെ? 6 വർഷമാണ് രാജ്യസഭയുടെ കാലാവധി. അതുപോലെ സഭയിൽ അംഗമല്ലാത്തൊരു വ്യക്തിയാണ് ഇവിടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുക. അവയുടെ സഭയിൽ അംഗമല്ലാത്തൊരു വ്യക്തിയാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുക എന്ന് പറയുക. അടുത്തത് വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖം, അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? ആൻസർ 2025 മെയ് 2. 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? JD വാൻസ്. JD വാൻസ് ആയിരുന്നു ആ അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. JD വാൻസ് വൈസ് പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി ആരാണ്? ആൻസർ VP മേനോൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസർലാൽ നന്ദ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഏത് രാജ്യവുമാണ് പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഏത് രാജ്യമാണത്? ചൈനയുമായിട്ടാണ് പഞ്ചശീല കരാർ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ വിശേഷിപ്പിക്കുന്ന ആരെയാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആൻസർ ആന്ധ്രാപ്രദേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? ആൻസർ വാരണാസി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണൻ. ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഹിരാക്കുഡ്, മഹാനദി, സർദാർ സരോവർ, നർമ്മദ, കൃഷ്ണരാജ സാഗർ, കാവേരി, നിസാം സാഗർ,
ഗോദാവരി. ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ, കൃഷ്ണരാജസാഗർ കാവേരി, നിസാം സാഗർ ഗോദാവരി എന്നിവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അഗസ്ത്യമല. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാം? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. പുനർഗേഹം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? കൊല്ലം ചെങ്കോട്ട. കൊല്ലം ചെങ്കോട്ട. തിരുവിതാംകൂറിലെ ഹിമാലയ പർവ്വത നിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ആൻസർ വരിക? ഏതൊക്കെയാണ് അല്ലാത്തത്? ഏതൊക്കെയാണ്? ഹിമാദ്രി എന്ന് പറയുമ്പോ ഹിമാലയത്തിന്റെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതിൽ ഹിമാദ്രിയുടെ സവിശേഷത അല്ലാത്തത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം അല്ലാത്തതാണ് അല്ലെ. ഒന്നാമത്തേതല്ല, പിന്നെ 4ഉം അല്ല. ഏതൊക്കെയാണ് അവിടെ കാണുക? അല്ലാത്തതാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലെ. ഹിമാദ്രി എന്ന് പറയുമ്പോൾ നട്ടൽ എന്നാണ് പറയുക. ഹിമാലയത്തിൽ നട്ടൽ ഏതാണ്? ഹിമാദ്രിയാണ്. അതുപോലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു. മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളും അവിടെയുണ്ട്. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏതാണ്? മലബാറിലെ ആദ്യ ഡീസൽ വൈദ്യുത നിലയം എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മപുരമാണ്. മലബാറിലെ ബ്രഹ്മപുരമാണ്. ബ്രഹ്മപുരം. നെക്സ്റ്റ് വൺ, 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ആരാണ്? സൗദി അറേബ്യ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. പാമ്പാടും ചോല എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനമായി. മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനമായി. ഇരവികുളം ഏതാണ്? നീലഗിരി താർ. നീലഗിരി താർ ആണുള്ളത്. വരയാടുകൾ. അതുപോലെ സൈലന്റ് വാലി, നീലഗിരി കുന്നുകൾ. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനമായി. ഇരവികുളം നീലഗിരി താറുകൾ കാണപ്പെടുന്നു. സൈലന്റ് വാലി നീലഗിരി കുന്നുകളിലും അറിയപ്പെടുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, ലൂ എന്നറിയപ്പെടുന്നു. പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ അറിയപ്പെടുന്ന പേര്, ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ അറിയപ്പെടുന്ന പേരാണ് ലൂ എന്ന് പറയുന്നത്. അടുത്തത്, പെരിയാർ നദിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നമുക്കിവിടെ ഒരു പോയിന്റ്സ് പറയാം. മുതിരമ്പുഴ ഈ നദിയുടെ പോഷക നദിയാണ്. ഒരു പോയിന്റ് ഉണ്ട്. അടുത്തത്, കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് എന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായുള്ള പദ്ധതിയാണെന്ന് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ്?
നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്നാണ് ഇതിലേതോ ഒരെണ്ണത്തിന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ആ പേര് മാറ്റിയാണ് നെല്ലിക്കാമ്പട്ടി സാങ്ച്വറി എന്ന് മാറ്റി, അല്ലെ? അപ്പൊ നോക്കാം ഏതാണെന്ന്. നെല്ലിക്കാമ്പട്ടി എന്ന് ആദ്യം അറിയപ്പെട്ടു, പിന്നീട് ഇപ്പോഴുള്ള പേരെന്താണെന്നാണ് സിമ്പിളി എന്റെ ചോദ്യം. ആൻസർ ഏതായിരുന്നു? പെരിയാർ ടൈഗർ റിസർവ്. അപ്പൊ പെരിയാർ ടൈഗർ റിസർവിന്റെ പഴയകാല പേരെന്താണ്? പണ്ടത്തെ പേരെന്തായിരുന്നു? നെല്ലിക്കാമ്പട്ടി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്? ആൻസർ പുല്ലാമ്പറ്റ, പുല്ലാപ്പാറ. പാറ, പുല്ലും പാറയും, പുല്ലാമ്പാറ. ഡിജിറ്റൽ ആകുമ്പോൾ ഇല്ലാവര, അല്ലെ? പുല്ലാമ്പറ്റ, പുല്ലമ്പാറ. അമ്പലപ്പാറയല്ല, പുല്ലമ്പാറ. സമ്പൂർണ്ണ ഡിജിറ്റൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താണ് പുല്ലമ്പാറ എന്ന് പറയുന്നത്. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ഏതാണ്? കരേവാസ് മണ്ണ്. ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാണാം. ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി, മഴനിഴൽ പ്രദേശങ്ങൾ. കാറ്റിന്റെ ദിശാഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ തടഞ്ഞു നിർത്തുന്നത് കാണാം. അപ്പോ അങ്ങനെ വരുമ്പോൾ ആ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നു. ഇപ്പുറത്തുള്ളവയ്ക്ക് നിഴല് പോലൊരു ഭാഗമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണത് മഴനിഴൽ പ്രദേശം എന്ന് അറിയപ്പെടുക. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റായവ തിരിച്ചറിയുക. ആൻസർ 1ഉം 4ഉമാണ് തെറ്റ്. നെഹ്റു ട്രഫ് വള്ളങ്ങൾ നടക്കുന്നത് വേമ്പനാട് കായലിലാണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിക്കുന്നതും വേമ്പനാട് കായലിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം? ഓപ്പറേഷൻ ബ്രഹ്മയുടെ ലക്ഷ്യം എന്താണ്? മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ബ്രഹ്മയ്ക്കകത്ത് മ്യാൻമാർ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ്? നീണ്ടകര. കേരളത്തിൽ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ തിരിച്ചറിയുക. ശരിയായ പ്രസ്താവന, വനമേഖലയുമായി ബന്ധപ്പെട്ട ശരിയായവ തിരിച്ച് എഴുതുക, തിരിച്ച് അറിയുക. ശരിയായവ ഏതൊക്കെയാണ്? 3ഉം 4ഉമാണ് ശരി. 3ഉം 4ഉം. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത പ്രദേശമാണ്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ്. സൈലന്റ് വാലി. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. സൈലന്റ് വാലി പാലക്കാട് ജില്ല. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശം. വനഭൂമി ഉള്ളത് ഇടുക്കി ജില്ല. പട്ടിക 1ഉം 1ഉം 2ഉമാണ്. അതില് ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ സി വരും, അല്ലെ? കരിമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ. കരിമാടിക്കുട്ടൻ ആലപ്പുഴയാണ്. ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്. പുനലൂർ തൂക്കുപാലം കൊല്ലം. വാഗൻ ട്രാജഡി സ്മാരകം മലപ്പുറം ജില്ല. ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, 2ഉം 4ഉം അതിന്റെ ശരി. 2ഉം 4ഉം ശരിയാണ്. ശരിയായ ഏതൊക്കെ? 2ഉം 4ഉമേ ശരിയുള്ളൂ. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. ബൂവർ യുദ്ധം
ദക്ഷിണാഫ്രിക്ക. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. ബോവർ ദക്ഷിണാഫ്രിക്ക. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതാണ്? കോകില സന്ദേശം. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം കോകില സന്ദേശം. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്കെന്ന തരത്തിൽ ക്രമീകരിക്കുക. ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്കെന്ന തരത്തിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഭൂവൽക്കം, മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഭൂവൽക്കം, മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. താഴെപ്പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് മാത്രം കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. അതായത് 1, 4, 6 തെറ്റാണ്. ശരി പ്രസ്താവനയുള്ള പേർക്ക് മാത്രമേ ഉള്ളൂ 2, 3 മാത്രമാണ് പ്രസ്താവന ശരിയുള്ളൂ. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. എല്ലാവർക്കും നിയമം ബാധകമാണ്. 2025 മാർച്ചിൽ അന്തരിച്ച വാൽകിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? വാൽകിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ആൻസർ ചലച്ചിത്രരംഗം അല്ലെ, ഫിലിംസില്. വാൽകിൽമർ ചലച്ചിത്രരംഗം. വാൽകിൽമർ ചലച്ചിത്രരംഗം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കായിരുന്നു? സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കായിരുന്നു? സാറ ജോസഫ്. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതായിരുന്നു? സുഭദ്ര യോജന പദ്ധതി ഒഡീഷ. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസ അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ശാസ്താംപാറ. ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി, പാർക്ക് ശാസ്താംപാറ. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നവയാണ്? ഫംഗസ്. നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഏതാണ്? കുരുമുളക് ചെടി. മനുഷ്യരീരത്തിൽ ആന്തര സംസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിന്റെ പേര് എന്താണ്? ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കല്ല, ആന്തര സംസ്ഥിതിയല്ല, ബാലൻസ്, തുലനനില പാലിക്കാൻ നമുക്ക് സെറിബെല്ലം എഴുതാം. തുലനനില പാലിക്കാൻ സെറിബെല്ലം എഴുതാൻ പറ്റും അല്ലെ. സെറിബ്രം എന്ന് പറയുന്നത് എന്റെ ഏറ്റവും ഓർമ്മ, ചിന്താശക്തി, കേൾവിയുടെ ഒക്കെ സ്ഥിരം സ്ഥലമാണെന്ത് സെറിബ്രം എന്ന് പറയാം. സെറിബെല്ലം ബാലൻസ്, നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ്, തുലനനില പാലിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അവയവമാണ് സെറിബെല്ലം. അതായത് തലച്ചോറിന്റെ ഒരു ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുക. തലച്ചോറ് ഇതാണെങ്കിൽ അതിന്റെ ചെറിയൊരു ഭാഗം ഇവിടെ സെറിബെല്ലമാണ്. ഇത് സെറിബ്രമായി, ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. അതിന് ഏറ്റവും താഴെ കാണുന്ന ഭാഗമാണ് സെറിബെല്ലം. ആ സെറിബെല്ലം എപ്പോഴും നമ്മുടെ ശരീരം നേരെ നിൽക്കാൻ സഹായിക്കുന്നത്, തുലനനില പാലിക്കാൻ സഹായിക്കുന്നത് സെറിബെല്ലം ആണ്. അടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. ആൻസർ തിരുവനന്തപുരം. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? അസ്കോർബിക് ആസിഡ് എന്ന് പറയുമ്പോൾ അത് വൈറ്റമിൻ സി ആണ്. അസ്കോർബിക് ആസിഡ്. വിറ്റമിൻ എ എന്താണ്? റെറ്റിനോൾ ആണ്. വിറ്റമിൻ എ, റെറ്റിനോൾ എന്നാണ് വിറ്റമിൻ എ അറിയപ്പെടുക.
വിറ്റമിൻ എ ആണ് റെറ്റിനോൾ എന്ന് അറിയപ്പെടുക. അടുത്തത് സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ആൻസർ ഇന്ത്യ പാകിസ്ഥാൻ. ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് 1972 ജൂലൈ 2 ഉണ്ടാക്കിയ ഉടമ്പടിയാണ് സിംല കരാർ. അതായത് ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയുമായി നടത്തിവെച്ച ഉടമ്പടിയാണെന്ന് സിംല കരാർ എന്ന് പറയുക. സിംല കരാർ എന്ന് പറയുന്നത് അതാണ്. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതെല്ലാം? യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതെല്ലാം? ഒന്ന് ഏതാ? യുനെസ്കോ കലാരൂപങ്ങൾ ഇല്ല, കലാരൂപം ഒരെണ്ണേ ഉള്ളൂ, കൂടിയാട്ടമാണ്. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം കൂടിയാട്ടം മാത്രമാണ്. കൂടിയാട്ടം മാത്രം. നെക്സ്റ്റ് വൺ, കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനകൾ 2ഉം 4ഉം ശരിയായ പ്രസ്താവനയാണ്. കോൺവെക്സ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം. അതിനകത്തുള്ളത് വാഹനങ്ങളെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. അതുപോലെ പ്രതിപതനതലം പഠിക്കുന്ന തലം, പ്രതിപതനതലം പുറത്തേക്ക് നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണം. വാഹനങ്ങൾ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. റിയർ വ്യൂ മിറർ അതുപോലെ തന്നെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നുണ്ട്, സെക്യൂരിറ്റി മിററായി ഉപയോഗിക്കുന്നുണ്ട്, സ്ട്രീറ്റ് ലൈറ്റിൽ ഉപയോഗിക്കുന്നതൊക്കെ ഈ കോൺവെക്സ് ദർപ്പണമാണ്. പ്രതിപതനതലം പുറത്തേക്ക് നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണം. ഈ അകത്തോട്ട് കുഴിഞ്ഞത് ആരാണ്? കോൺകേവ് ആണ്. കോൺകേവ് ആണ്. തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളുമുണ്ട്. ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് പറയുക. ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ശരിയായ ജോഡി ഓപ്ഷൻ ബി. ലെക്ട്രോൺ ജെ തോംസൺ. ലെക്ട്രോൺ ജെ തോംസൺ അല്ലെ? ബാക്കി ഇവ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോയിട്ടുണ്ട്. ലെക്ട്രോൺ ജെ തോംസൺ. താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? സിങ്ക് വേർതിരിച്ച് കഴിയുന്ന എവിടെ നിന്നാണ്? ആൻസർ ഓപ്ഷൻ സി, കലാമിൽ. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഏത് മൂലകത്തെ ആണ് സൂചിപ്പിക്കുന്നത്? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല, മാസ് നമ്പർ 1 ആണ്. ന്യൂട്രോൺ കാണപ്പെടുന്നില്ല, മാസ് നമ്പർ 1 ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയത്. ഏതാണ് മൂലകം? അല്ലെ, ആൻസർ ഹൈഡ്രജൻ. ന്യൂട്രോൺ ഇല്ല, H11 കാണപ്പെടുന്നുണ്ട്. എപ്പോഴും ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ ആണ്. താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തം ആണ്? ക്വാണ്ടം ഡോട്ട്സ്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത്. DRDO സമീർ വി കാമത്ത്. തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? വടക്കു കിഴക്കൻ ഹിമാലയം. മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ആൻസർ പൊട്ടോസോവ. പ്ലാസ്മോഡിയം വൈവാക്സ് പൊട്ടോസോവയാണ്.
നെക്സ്റ്റ്, വൈഡൽ പരിശോധന ഏത് രോഗകാരി തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? സാൽമണല്ല ടൈഫി. സാൽമണല്ല ടൈഫി. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? ഫാഗോസൈറ്റിക് കോശം ഏതാണ്? മോണോസൈറ്റ്. ഫാഗോസൈറ്റിക് കോശം ഏതാണ്? മോണോസൈറ്റ്. ഫാഗോസൈറ്റിക് കോശം ഏതാണ്? മോണോസൈറ്റ്. ഫാഗോസൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് വിഴുങ്ങി നശിപ്പിക്കുക എന്ന അർത്ഥം അല്ലെ. ഇതെല്ലാം കിടക്കുന്നത് ഇതാണ്, ആന്റിബോഡീസ് ഒക്കെയാണ്. അതായത് WBCയിലെ, അതായത് ശ്വേതരക്താണുക്കളിൽ പെടുന്ന കോശങ്ങളാണ് ഇതെല്ലാം. ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, ഈസ്നോഫിൽസ്, ബേസോഫിൽസ്, അതെല്ലാം എന്താണ്? WBCയുടെ കോശങ്ങളാണ്. അത്രയും കോശങ്ങളാണ്. അതിനകത്ത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നതാണ് ആര്? ഈ മോണോസൈറ്റുകൾ എന്ന് പറയുന്നത്. ഫാഗോസൈറ്റോസ് എന്ന് പറയുന്ന പ്രക്രിയ അതാണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണെന്ത്? ഫാഗോസൈറ്റോസ്. അത് WBCയിലെ ഒരംഗമായ ആരാണ്? മോണോസൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്രയാണ്? കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്രയാണ്? 0.8 സെക്കൻഡ് ആണ്. 0.8 സെക്കൻഡ് ആണ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേര്. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്താണ്? ലെപ്റ്റോസ്പൈറ. 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 മൈക്കോബാക്ടീരിയം ഉണ്ട്, മറ്റൊന്ന് ലെപ്രേതൊക്കെ വരില്ല. കോറിനി ബാക്ടീരിയം എന്ന് പറയുന്നത് ഡെഫ്തീരിയ. ഭക്ഷ്യവിഷബാധയാണ് സ്ട്രെപ്റ്റോകോക്കസ്. എലിപ്പനിക്ക് കാരണം ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ. എലി ലെപ്റ്റോ. നെക്സ്റ്റ്, ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേരെന്താണ്? BCG. ട്യൂബർക്കിൾ ബാസിലസ് എന്ന രോഗമാണ് BCG. ഓർക്കാം. ഇതിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്രയാണ്? ആൻസർ 9 to 11 മില്ലിഗ്രാം. 9 മുതൽ 11 മില്ലിഗ്രാം വരെ കാൽസ്യം രക്തത്തിൽ ഉണ്ടായിരിക്കണം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്തരപാളി ഏതാണ്? മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്തരപാളി ഏതാണ്? മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്തരപാളി ഏതാണ്? മെനിഞ്ചസ്. മസ്തിഷ്കത്തെ അല്ലെങ്കിൽ തലച്ചോറിനെ പൊതിഞ്ഞിട്ട് കാണപ്പെടുന്ന ഇരട്ടസ്തരമുള്ള പാളി, ഇരട്ടസ്തരമുള്ള പാളിയാണെന്ത്? മെനിഞ്ചസ്. ആ ഇരട്ടസ്തരത്തിനിടയ്ക്ക് ഒരു ദ്രാവകമുണ്ട്. എന്താണ്? സെറിബ്രോ സ്പൈനൽ ദ്രാവകം എന്ന് പറയുന്നു. സെറിബ്രോ സ്പൈനൽ ദ്രാവകം എന്നാണ് പറയുക. അത് മസ്തിഷ്കത്തിനെ ഭാഗ്യചടങ്ങളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുന്നു. അതിനെന്ന് പറഞ്ഞു കഴിയുമ്പോ ഈ മസ്തിഷ്കത്തിനെ പൊതിഞ്ഞ് മറ്റൊരു വലിയ കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലേ, കപാലം, തലയോടെന്ന് പറയും. അത് കഴിഞ്ഞ് മസ്തിഷ്കത്തെ കാണുന്ന പാളിയാണ് മെനിഞ്ചസ് എന്ന് പറയുക. അതിന്റെ ഇടയ്ക്കുള്ള ദ്രാവകമാണ് സെറിബ്രോ സ്പൈനൽ ദ്രാവകം എന്ന് പറയുന്നു. അത് ആന്തരിക ക്ഷതങ്ങളിൽ, മസ്തിഷ്കത്തിലെ ക്ഷതങ്ങളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുന്നത് അവരാണ്. പെരികാർഡിയം പ്ലൂറാസ് അല്ലെ. പെരികാർഡിയം എന്ന് പറയുമ്പോൾ എന്താണത്? ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നവയാണെന്ത്? പെരികാർഡിയം. പ്ലൂറ എന്ന് പറയുമ്പോഴോ ശ്വാസകോശത്തിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലമാണ് അല്ലെ. ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇരട്ട സ്ഥലമാണെന്ത്? പ്ലൂറ എന്ന് പറഞ്ഞാല് അത് ഇരട്ടയാണ്. അപ്പൊ അതിനിടയ്ക്ക് പ്ലൂറൽ ദ്രാവകം ഉണ്ട്. കോട്ടക്സ് വരുന്ന ഭാഗം എന്ന് പറയുമ്പോൾ അത് വൃക്കയുടെ കോട്ടക്സ് എന്ന് പറയുന്ന കോട്ടക്സിന്റെ ഒരു ആവരണം ഉണ്ട് അവിടെ. ഇനിയുള്ളത്, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ആൻസർ ജീവകം K ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. E എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ വിറ്റമിൻ. ഈ ജീവകം ഇയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? ജീവകം E പ്രത്യുൽപാദന ശേഷി വേണമെങ്കിൽ പറയാം. പ്രത്യുൽപാദന ശേഷി. അതുപോലെ ഒരു ഹോർമോണായി ജീവകം E പ്രവർത്തിക്കാറുണ്ട്. ജീവകം ഡിയുടെ ഗുണം നമുക്ക് എല്ലിനും പല്ലിനും ഒക്കെ ഗുണമുള്ളതാണ് ജീവകം D. ജീവകം B എന്ന് പറയാൻ വളരെയേറെ ഗുണങ്ങൾ അല്ലെ. B കോംപ്ലക്സുകൾ തന്നെയുണ്ട്. B1 മുതൽ B12 വരെ അടങ്ങിയ 12 വരെ ഉള്ളതാണെന്ത്? ജീവകം B കോംപ്ലക്സ് അടങ്ങി. ഓരോന്നിനുമുണ്ട്. B1 എന്ന് പറയുമ്പോൾ അത് തയാമിന്റെ അഭാവമാണ്. തയാമിൻ ആണ് അതുണ്ടാക്കുക. അതിന്റെ അഭാവത്തിൽ ബെറിബറി എന്ന അസുഖം ഉണ്ടാക്കും. ഈയുടെ അഭാവത്തിലുണ്ടെന്ന അസുഖം എന്താണ്? വന്ധ്യത എന്നാണ് പറയുന്നത്. ജീവകം ഡിയുടെ എന്താണ് എല്ലാവർക്കും അറിയാം. എപ്പോഴും കണാരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയും. ബിക്കകത്ത് B1 ബെർബറി ഉണ്ട്. B3 എന്താ പറയാ പെല്ലാഗ്ര. B3 പെല്ലാഗ്ര എന്ന അസുഖം ഉണ്ടാക്കുന്നുണ്ട്. B12 വരുമ്പോൾ എന്താ പറയുന്നത്? പെർനീഷ്യസ് അനീമിയ എന്ന അസുഖമൊക്കെ ഉണ്ടാക്കും.
ജീവകം കെയുടെ അഭാവമാകുമ്പോൾ രക്തം കട്ടുപിടിക്കാൻ കഴിയാതെ വരും. അടുത്ത ക്വസ്റ്റ്യൻ, ലോക പ്രകൃതി സംരക്ഷണ ദിനം. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ജൂൺ 1. ജൂൺ 1. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? ആൻസർ മിഠായി. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാവുന്ന രോഗകാരി ഏതാണ്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ആരാണ്? നെഗ്ലേറിയ ഫൗലേറി. ഇത് ട്രിപ്പനോസോമ ഗാംബിയൻ ട്രിപ്പനോസോമിയാസിസ് അസുഖമാണ് ഉണ്ടാക്കുക. അമീബ് ടൈപ്പാണിത്. പ്ലാസ്മോഡിയം ഫാൽസിപ്പേറം അല്ലെ, മലമ്പനി, ഏറ്റവും ഭയാനകമായ മലമ്പനിയാണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പേറം. അടുത്തത് 2023 കേരളത്തിൽ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശാധാരം. 2023 ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതി? ആശാധാരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറഞ്ഞ ശരി ഏതാണ്? ശരി ഏത് മാത്സിനകത്ത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി 9x6 54. 20ന്റെയും 30ന്റെയും ഉസാഖ 10 ആണെങ്കിൽ അവിടെ ലസാഗു എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 20. 8/3ന്റെ 3/4 ഭാഗം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 2. 726 സെന്റിമീറ്റർ നീളമുള്ള ഒരു കയറിനെ 100 തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചാൽ ഓരോ കഷ്ണത്തിന്റെ നീളം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഇ 7.26. 8² + 9² വില കാണുക അല്ലെ. 8² 64 + 9 81. കൂട്ടി നോക്കുമ്പോൾ ആൻസർ എത്ര കിട്ടും? ആൻസർ ഓപ്ഷൻ ബി 145. നെക്സ്റ്റ്, ഒരു ബാസ്കറ്റ് ബോൾ കളിക്കാരന്റെ 6 കളിക്കാണ് ശരാശരി സ്കോർ 18 പോയിന്റ്. അടുത്ത കളിയിൽ 25 പോയിന്റ് നേടിയാൽ ഇത് ശരാശരി സ്കോർ എത്രയായിരിക്കും? അത് 19. ചെയ്ത് നോക്കണം. √64 + √100ന്റെ വില എത്ര ആയിരിക്കും? √68 വരും അല്ലെ. 8 + 10. ആൻസർ ഓപ്ഷൻ ബി 18. ഒരു വ്യക്തി 1200 രൂപയ്ക്ക് വാങ്ങിയ ഒരു വീട്ടുപകരണം 1500 രൂപയ്ക്ക് വിറ്റുവെങ്കിൽ ലാഭശതമാനം എത്രയാണ്? 25%. ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരു കോൺ കാണുക. അതിനകത്ത് കോൺ ഏറ്റവും മുകളിലത്തെ കോണാണ് കാണേണ്ടത്. ഇവിടെ 60 ആണെങ്കിൽ അല്ലെ, ഇതിന്റെ മൊത്തം നോക്കുമ്പോ ഈ ഇത്രയും ഭാഗം 180 വരും. ഇവിടെ ഇത്രയും ഭാഗം ഇത് 130 ആണെങ്കിൽ ഈ ഭാഗം എത്ര വരും? 130 180 മൈനസ് 130 അല്ലെ, 50 വരും. അപ്പൊ 60ഉം 50ഉം 60ഉം ഈ 50 50 6 5 110. ഒരു ആകെ 180 അല്ലേ. അങ്ങനെ വരുമ്പോ ബാക്കി എത്ര? 180 മൈനസ് 110. ആൻസർ ഓപ്ഷൻ ബി 70. ഓക്കെ, 70 ഡിഗ്രിയാണ് വരിക. അതായത് ഒരു റൗണ്ട് പൂർത്തിയാകണമെങ്കിൽ ഈ റൗണ്ട് ഇത്ര 180 വേണം. ഇത് 360 ആകെ. അങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ. നെക്സ്റ്റ്, ഒരു സൈക്കിൾ സവാരിക്കാരൻ 45 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നുവെങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്രയാണ്? ആൻസർ 15 km/മണിക്കൂർ. വില കാണുക. 5 + 3 ബ്രാക്കറ്റിലാണ്. ഡിവിഷൻ 2 + 4². ആൻസർ ഓപ്ഷൻ എ 20 വന്നു. നെക്സ്റ്റ്, തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്ത സംഖ്യ എത്രയാണ്? അടുത്ത സംഖ്യ ആൻസർ ഓപ്ഷൻ ബി 30. തന്നിരിക്കുന്ന സംഖ്യയിൽ അഭാജ്യ സംഖ്യയുടെ സെറ്റ് ഏതാണ്? അഭാജ്യ സംഖ്യ സെറ്റ് ഓപ്ഷൻ സി ആണ്. 0 ഏത് തരത്തിലുള്ള സംഖ്യയാണ്? 0 ഏത് തരത്തിലുള്ള സംഖ്യയാണ്? 0 പൂർണ്ണസംഖ്യ അതുപോലെ തന്നെ ഒരു രേഖീയ സംഖ്യയുമാണ് 0. ആൻസർ ഓപ്ഷൻ ഡി
ഒറ്റയാനെ കണ്ടെത്തുക 28. ബാക്കിയുള്ളവ ശരിക്കും എന്താണ് വർഗങ്ങൾ. 36 വർഗമൂലം 6 6 36 5 5 7 41 അല്ലെ ഇതിനകത്ത്. താഴെ പറഞ്ഞ അക്ഷരങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിച്ചൊരു ഗണിതശാസ്ത്രപരമായ ഉപകരണത്തിന്റെ പേരെഴുതുക. പ്രൊട്രാക്ടർ. സീതയ്ക്ക് അവളുടെ മകന്റെ 3 മടങ്ങ് പ്രായമുണ്ട്. രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 60. മകന്റെ വയസ്സ് എത്രയാണ്? 15. ബസ് സ്റ്റാൻഡിൽ നിന്ന് 10 AM യാത്ര തിരിച്ച ഒരു ബസ് 1 മണിക്ക് 1 PM അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു എങ്കിൽ യാത്രക്കെടുത്ത സമയം എത്രയാണ്? 3 മണിക്കൂർ. 3/2 കിലോഗ്രാമിന്റെ 10 മടങ്ങ് എത്ര കിലോഗ്രാം ആണ്? 15. 65 പേരുള്ള ക്ലാസ്സിൽ സിദ്ധാർത്ഥ മുന്നിൽ നിന്നും 37ാമതാണ് എങ്കിൽ പിന്നിൽ നിന്നും എത്രാമത്തെ ആയിരിക്കും? 65 പേരുള്ള ക്ലാസ്സിൽ 37ാമതാണ് അല്ലെ. അപ്പൊ എത്ര വരും ആൻസർ? 29 അല്ലെ. താങ്ക് യു.